ഇനി മഴയുടെ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ടാണ്. വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി കൊടുത്തിരിക്കുകയാണ്. ഓർത്തോണം, വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വയനാട്ടിലെ ജില്ലാ കളക്ടർ അവധി കൊടുത്തിരിക്കുന്നത്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും ഈ അവധി ബാധകമായിരിക്കില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. കനത്ത മഴയിൽ തിരുവനന്തപുരം വെങ്ങാനൂരിൽ ഒരു വീട് തകർന്നുപോയി. കോവളം സ്വദേശി വാടകയ്ക്ക് താമസിക്കുന്ന ഇരുനില വീടാണ് തകർന്നു വീണത്. തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി നമുക്കൊപ്പം ചേരുന്നു. മേഘന, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മഴക്കെടുതിയുടെ വാർത്ത ദക്ഷിണ കേരളത്തിൽ കാര്യമായിട്ടുണ്ടോ? തിരുവനന്തപുരം അടക്കമുള്ള എല്ലാ ജില്ലകളിലും ഇപ്പോഴും മഴ തുടരുകയാണ്. ഈ മാസം 18 വരെ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വടക്കൻ ജില്ലകളിലാണ് എന്നുള്ളതും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, അതായത് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടും, ബാക്കി 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ മാസം 18 വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി തന്നെ, അത് ഓറഞ്ചും റെഡ് അലർട്ട് അടക്കം നൽകിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അതിശക്തമായ മഴ പ്രവചിക്കുന്നത്. ആ ഒരു മഴയുടെ ശക്തി ഇപ്പോഴും ജില്ലകളിൽ രാത്രി അടക്കം കാണാനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ തീരദേശത്ത് താമസിക്കുന്നവർ, അതുപോലെ നദീ പരിസരങ്ങളിൽ താമസിക്കുന്നവർക്കടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. അതിൽ ഈ കടലാക്രമണത്തിനുള്ള സാധ്യത, ഈ തിരുവനന്തപുരം ജില്ലയുടെ വെട്ടുകാട് അടക്കമുള്ള മേഖലകളിൽ കനത്ത കടൽക്ഷോഭവും കടലാക്രമണവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടലാക്രമണ സാധ്യത ഉള്ളതിനാൽ തന്നെ പല പ്രദേശങ്ങളിലും, പല തീരദേശ പ്രദേശങ്ങളിലും ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി മഴ തുടരുന്ന സാഹചര്യത്തിലും ഏതെങ്കിലും തരത്തിൽ അപകട മേഖലകളിൽ നിന്ന്, അത് തീരദേശമായാലും മലയോര പ്രദേശമാണെങ്കിലും വടക്കൻ ജില്ലകളാണെങ്കിലും അപകട പ്രദേശത്ത് നിന്ന് മാറി നിൽക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ തന്നെ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഈ മഴയോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കാറ്റും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തന്നെ, ഇന്ന് തന്നെ പെയ്ത മഴയിൽ ഒരു വ്യാപക നാശനഷ്ടവും ഉണ്ടാകുന്നുണ്ട്. അത് തിരുവനന്തപുരം വെങ്ങാനൂരിൽ ഒരു 2 നില വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. അതിൽ കുടുംബങ്ങളടക്കം ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. അവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ആർക്കും, ഈ കുടുംബത്തിലുള്ള ആർക്കും ഒരു അപകടം പറ്റിയിട്ടില്ല, പരിക്കു പറ്റിയിട്ടില്ല. പക്ഷേ തലനാരിഴയ്ക്കാണ് ആ കുടുംബം അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഈ മരം കടപുഴകി വീണും വീട് തകർന്നു വീണും ഒക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാറ്റടക്കമുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനും ഈ മാസം 18 വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ആ ഒരു മത്സ്യബന്ധനത്തിനടക്കമുള്ള വിലക്ക് തുടരാനുള്ള, ഈ നീളാനുള്ള ഒരു സാധ്യത അടക്കം അറിയുന്നുണ്ട്. എന്തായാലും ഈ വരും ദിവസങ്ങളിലും ഈ മാസം 18 വരെ, ജൂൺ 18 വരെ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അത് അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശം പുലർത്തണമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.